നമസ്കാരം. നമ്മുടെ ഭായിമാർ വരുത്തിവെച്ച വിന ചില്ലറയല്ല. നമ്മുടെ സംസ്ഥാന ഖജനാവിൻ്റെ വരുമാനം വരെ മുട്ടിച്ചു കളഞ്ഞു നമ്മുടെ അതിഥികളായ ബംഗാളികൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ നിർമ്മാണ മേഖല അടക്കമുള്ള നട്ടെല്ലായിരുന്നു അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾ. കേരളം അവർക്ക് പണം കായ്ക്കുന്ന ഗൾഫാണ്. നമ്മളൊക്കെ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കുന്നത് പോലെയാണ് അവർ ഇവിടെ വന്ന് പണമുണ്ടാക്കുന്നത്. നാട്ടിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം ജീവിക്കാൻ തികയില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഭായിമാർ എന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ കേരളത്തിലോട്ട് വണ്ടി കയറുന്നത്. എന്നാൽ അസം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വേളയിൽ അവരിൽ ഭൂരിഭാഗവും സ്വന്തം നാടുകളിലേക്ക് തന്നെ മടങ്ങി. വോട്ടിട്ടിട്ട് വരാം എന്ന് പറഞ്ഞാണ് പോയത്. എന്നാൽ അവിടെ പുതിയ സർക്കാർ അധികാരത്തിലേറി മാസം 1 കേരളത്തിൽ മടങ്ങിയെത്തിയത് 4/1 തൊഴിലാളികൾ മാത്രം. ഇത് നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണം, ഹോട്ടൽ മേഖലകൾക്ക് കനത്ത തിരിച്ചടിയായി. പല ഹോട്ടലുകളും ജീവനക്കാരില്ലാത്തതോടെ അടച്ചിട്ടു. പ്രത്യേകിച്ച് ഗ്യാസ് കൂടി കിട്ടാതായതോടെ പൂർണ്ണമായും തൽക്കാലത്തേക്ക് പല ഹോട്ടലുകളും അടച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച അവസ്ഥയിലുമാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്താത്തതോടെ കേരളത്തിലെ ലോട്ടറി മേഖലയിലും കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഭാഗ്യക്കുറി വാങ്ങുന്നവരിൽ വലിയൊരു ശതമാനവും ഈ ഭായിമാരായ അതിഥി തൊഴിലാളികളാണെന്നുള്ളതാണ് സത്യം. മുമ്പ് അച്ചടിച്ച ടിക്കറ്റ് പൂർണ്ണമായും വിൽപ്പന നടത്തിയ പല ഏജൻസികളിലും ടിക്കറ്റ് ഇപ്പോൾ ബാക്കിയാകുന്ന അവസ്ഥയാണ്. സംസ്ഥാനത്ത് നിലവിൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം ടിക്കറ്റുകൾ വരെയാണ് ബാക്കിയാകുന്നത് വിൽക്കാതെ. വിൽപ്പന കുറഞ്ഞത് ചെറിയ കച്ചവടക്കാരെയും സാധാരണക്കാരെയും വലിയ തോതിൽ ബാധിച്ചു. അവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു. വരുമാനത്തിൻ്റെ പകുതിയും ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കുന്ന പതിവാണ് നമ്മുടെ ഭായിമാരുടേത്. പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് കേരള ലോട്ടറികൾ കൂടുതലായും വാങ്ങുന്നത്. 1ാം സമ്മാനങ്ങൾ അടക്കം അതിഥി തൊഴിലാളികളെ തേടിയെത്തുന്നതും പതിവായിരുന്നു. ഒരു സമയത്ത് 4ഉം 5ഉം ലോട്ടറികൾ വരെ എടുക്കുന്ന അതിഥി തൊഴിലാളികളുണ്ട്. ഒരു ദിവസം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതിയും ഇവർ ലോട്ടറി വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കും. അതായത് 1000 രൂപ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 400 രൂപ കൂടുതൽ ചെലവാക്കി ഭാഗ്യം പരീക്ഷിക്കും. ഇവർ ഇനിയും മടങ്ങിയെത്താതിരുന്നാൽ ലോട്ടറി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കും. നിലവിൽ 10 ലക്ഷം ടിക്കറ്റ് വരെ വിൽപ്പന നടത്താത്ത സാഹചര്യമാണുള്ളത്. ഇത് തുടർന്നാൽ 15 ലക്ഷം ടിക്കറ്റ് വരെ ബാക്കിയാകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി അങ്ങോട്ട്. ഖജനാവിന് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരു പ്രധാന ഘടകം ലോട്ടറിയാണ്. ലോട്ടറി വിറ്റുപോയില്ലെങ്കിൽ വരുമാനം കുറയും, ഖജനാവ് കാലിയാകും. അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത് ചെറിയ കച്ചവടക്കാരാണ്. ലോട്ടറി വിൽപ്പന നടത്തുന്നവരിൽ ഭൂരിഭാഗവും ഭിന്നശേഷിക്കാരും പ്രായമുള്ളവരുമൊക്കെയാണ്. വിൽപ്പന കുറഞ്ഞതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു. ഇവരിൽ പലരും മുൻകൂട്ടി പണം നൽകിയാണ് ടിക്കറ്റ് ഏജൻസികളിൽ നിന്നും വാങ്ങുന്നത്. ഇത് വിൽക്കാതെ വന്നാൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പലർക്കും ഇപ്പോൾ തന്നെ നഷ്ടമുണ്ടായി. കാരണം ഈ വിൽക്കാത്ത ടിക്കറ്റുകൾ തിരിച്ചെടുക്കില്ല. ഭായിമാർ മടങ്ങിയെത്താതിന് പിന്നിൽ കാരണങ്ങൾ പലതാണ്. പാചകവാതക പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിലെ ഭായിമാർ മടങ്ങിയെത്താത്തതിന് വലിയ കാരണം. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷാമവും അതിനു പുറമെ പ്രാദേശികമായി ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും വൻകിട വികസന പദ്ധതികളെയും ചെറുകിട ഇടത്തരം കരാറുകാരെയും ഒരുപോലെ ബാധിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചതും അവിടെ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതും കേരളത്തിലേക്കുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് കുറച്ചു. നിലവിലുള്ള തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് ചെറുകിട കരാറുകാരെയും സാധാരണക്കാരായ വീടുപണിക്കാരെയും ഒക്കെ വലിയ സാമ്പത്തിക ബാധ്യതയിലാക്കുന്നു. സർക്കാർ മാറിയതിനാൽ നാട്ടിൽ മെച്ചപ്പെട്ട തൊഴിലവസരം ലഭിക്കുമെന്ന ചിന്തയിൽ കേരളത്തിലേക്ക് ഉൾപ്പെടെ ഒരു മടക്കം വേണ്ടെന്ന് തീരുമാനിച്ചത് വലിയൊരു വിഭാഗമാണ്. കേരളത്തിലെ നിർമ്മാണ മേഖലയുടെ നട്ടെല്ലായ ഭായിമാരെ തിരികെ എത്തിക്കാൻ ബിൽഡേഴ്സ് അസോസിയേഷൻ ട്രെയിൻ ടിക്കറ്റും വഴിച്ചെലവും ഒക്കെ നൽകിയാണ് മുന്നിട്ടിറങ്ങിയത്. കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ എന്ന ആവശ്യം റെയിൽവേക്ക് മുന്നിൽ വയ്ക്കുകയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ പ്രതീക്ഷിക്കുകയുമാണ് ബിൽഡർമാർ. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി കരാറുകാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്.